Don't let these 5 things damage your car ECM. The fifth one is very important. ഇതിൽ ഫിഫ്ത്ത് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാൻ കാരണം ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയാണ്. പക്ഷേ ഞാൻ ഫിഫ്ത്ത് വൺ ഞാൻ ആദ്യം പറയും, അതായത് ആക്സസറീസ്. നമ്മൾ കാറിൽ ആക്സസറീസ് ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ആക്സസറീസ് മാത്രം ഫിറ്റ് ചെയ്യുക. മാത്രമല്ല ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യേണ്ട ആക്സസറീസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 360 ക്യാമറ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ ആൻഡ്രോയിഡ് ഫിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലേക്കാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള പ്രൊഫഷണൽ ടീമിനെ തന്നെ ഏൽപ്പിക്കുക. അല്ലാത്ത പക്ഷം ഏതെങ്കിലും ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഫിഫ്ത്ത് പോയിന്റും അതുപോലെ തന്നെ ഫസ്റ്റ് പോയിന്റും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് പോയിന്റ്, വാട്ടർ ഡാമേജ്. എങ്ങനെയാണ് വാട്ടർ ഡാമേജ് സംഭവിക്കുന്നത്? ഓഫ് കോഴ്സ് ഇപ്പോൾ ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെ അടുത്ത് വാട്ടർ കൊണ്ടുവന്ന അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് വന്ന ഇലക്ട്രോണിക് കമ്പോണൻറ്റ് ഡാമേജ് ആവും. അപ്പോൾ കാറിൻ്റെ ഉള്ളിൽ എങ്ങനെ ഈ ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾസിൽ എങ്ങനെ മോയ്സ്ചർ വരും, എങ്ങനെ വാട്ടർ വരും, വാട്ടർ കണ്ടന്റ് വരും, പലവിധ കാരണം കൊണ്ട് വരാം. ഒന്നാമത്തെ സൺറൂഫിൻ്റെ ഡ്രെയിനേജ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ കാറിനകത്തേക്ക് വെള്ളം വരാം. അതല്ലെങ്കിൽ എ സി വാട്ടറിൻ്റെ ഡ്രെയിനേജ് ബ്ലോക്ക് വന്നാൽ ഇതുപോലെ തന്നെ ഫ്ലോറിൽ വെള്ളം വരാം. ഇത് കൂടാതെ നമ്മുടെ ഡോറിൻ്റെ ബീഡിങ് വീക്ക് ആവോ അല്ലെങ്കിൽ ക്രാക്ക് ആവോ വന്നാൽ തീർച്ചയായിട്ടും വെള്ളം വരും. ഇതുപോലെ തന്നെ ട്രങ്കിൻ്റെ ബീഡിങ് ഇതുപോലെ വീക്ക് വന്നാൽ അല്ലെങ്കിൽ ക്രാക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലെ വെള്ളം അകത്തേക്ക് വരാം. ട്രങ്കിൽ ഒരുപാട് കൺട്രോൾ മോഡ്യൂൾസ് വരുന്നതാണ്, PDC, അതുപോലെ തന്നെ റിയർ ഇലക്ട്രോണിക് മോഡ്യൂൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രങ്കിൻ്റെ ബീഡിങ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് വെള്ളം കാറിൻ്റെ അകത്തേക്ക് വരുന്നത്. സെക്കൻഡ്, തേർഡും ഫോർത്തും പോയിന്റ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.